ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നീതു. വെൽക്കം ടു നീതു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ബീട്രൂട്ട് സ്ക്വാഷ്. ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അധികം ചേരുവകളൊന്നുമില്ലാതെ കണ്ടാൽ നല്ല സൂപ്പർ ഗ്രേപ്സ് ജ്യൂസിനെ വെല്ലുന്ന രീതിയിലുള്ള ബീട്രൂട്ട് സ്ക്വാഷ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അധികം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 500 ഗ്രാം ബീട്രൂട്ട്, നല്ല പച്ച ബീട്രൂട്ട് ആയിരിക്കണം. അത് ഇങ്ങനെ ഞെങ്ങുന്ന ബീട്രൂട്ട് എടുത്താൽ ശരിയാകത്തില്ല. നല്ല കട്ടിയുള്ള ബീട്രൂട്ട്, ഫ്രഷ് ബീട്രൂട്ട്, അത് 500 ഗ്രാം. ഇത് ഞാൻ തൊലിയൊക്കെ ചെത്തി ഗ്രേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബീട്രൂട്ട് സ്ക്വാഷ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യമുള്ള സാധനത്തിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് 500 ഗ്രാം, 750 ഗ്രാം പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം പട്ട, അരമുറി നാരങ്ങാനീര്, 1 ലിറ്റർ വെള്ളം, 1 സ്പൂൺ ടോണോമിൻ എസൻസ്. ഇനിയിപ്പം ടോണോമിൻ എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്രേപ്സ് സിറപ്പായാലും മതി. അത് കടകളിൽ മേടിക്കാൻ കിട്ടും, അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഗ്രേപ്പ് എസൻസ്, കാരണം അത് യൂസ് ചെയ്യുന്നത് ഈ ബീട്രൂട്ടിൻ്റെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആ ബീട്രൂട്ട് സ്ക്വാഷ് അതില്ലാതെ, അത് കുത്തലായിട്ട് ഫീൽ ചെയ്യുന്നില്ലാത്തവർക്ക് അതില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഫ്രഷായിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു കുത്തൽ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ടോണോമിൻ എസൻസ് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഗ്രേപ്പ് സിറപ്പ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം 1 ലിറ്റർ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒരു മുറി പട്ട ഇട്ടേക്കാം. എന്നിട്ട് ഈ വെള്ളം തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇടാം. ഇപ്പം നമ്മൾ വെച്ചിരുന്ന ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ട ബീട്രൂട്ട് ആ വെള്ളത്തിൽ തിളച്ച്, ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് ഒരു സ്വല്പം വെള്ളം ഒന്ന് പറ്റട്ടോ. ആ വറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ വെച്ചിരുന്ന ബീട്രൂട്ടും ആ വെള്ളവും നന്നായി തിളച്ച് കാൽഭാഗത്തിന് മേളിൽ വറ്റി തിളച്ച്, അപ്പോൾ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ കളറും അതിൻ്റെ ഗുണങ്ങളും എല്ലാം വെന്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ബീട്രൂട്ടിൻ്റെ അകത്ത് ഡയറക്റ്റ് പഞ്ചസാര ഇട്ടിട്ട് വെക്കരുത്, കാരണം പഞ്ചസാര വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബീട്രൂട്ടിൽ നിന്ന് കളർ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഇതിൽ ചേരട്ടെ. ഇപ്പം നമ്മളുടെ ബീട്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടിയാണ് അരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, 1 ലിറ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് തിളച്ച് പകുതി 1/2 ലിറ്ററായി മാറി. ഇതിന് ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തു കേട്ടോ, ഇത് തിളച്ച് വെന്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് എടുക്കാം. നമുക്കിതിന് അരിപ്പയിലേക്ക് അരിക്കാനായിട്ട് ഒഴിക്കാമേ. ഇങ്ങനെ ഇത് ഞെക്കി ഇതിൻ്റെ അകത്തുനിന്ന് ആ സ്ക്വാഷിൻ്റെ ഇത് മുഴുവൻ സ്ക്യൂസ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. മുഴുവൻ ഒന്ന് ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. നന്നായി തണുത്തതിന് ശേഷം 1 സ്പൂൺ ടോണോമിൻ എസൻസും അരമുറി നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് നമുക്ക് പിന്നെ സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തണുക്കാനിരിക്കട്ടെ. ഇപ്പം നമ്മളുടെ ഇത് തണുത്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ട് സിറപ്പ് പരുവത്തിലായിട്ടുണ്ട്. അത് കറക്റ്റ് സിറപ്പാണോ എന്ന് അറിയാനായിട്ട് അതിൻ്റെ ഒരു മെത്തേഡുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ടോണോമിൻ എസൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് ഇളക്കാം. 1 സ്പൂൺ ടോണോമിൻ എസൻസ്. അതുകൂടാതെ ഇത് നന്നായി തണുത്തതായിരിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീര്,
ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയാൻ, സിറപ്പായിട്ടുണ്ടോ അതോ ഇതിപ്പോഴും വെള്ളം പോലെ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. അത് നമ്മൾ നേരെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഒഴിച്ചിട്ട് സിറപ്പാണെങ്കിൽ ഒരിക്കലും ഓടിപ്പോകത്തില്ല, കയ്യിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് പോകത്തില്ല. കണ്ടോ, അത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇപ്പം നമ്മളുടെ ബീട്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക്, സെർവിങ് ഗ്ലാസ്സിലേക്ക് എടുക്കാം. അതിനായിട്ട് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടു. ഇതിൽ 1 സ്പൂൺ ബീട്രൂട്ട് സ്ക്വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. ചിലർക്ക് 1 സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ മതി. അത് നമ്മൾ അറിയാമല്ലോ, നമുക്ക് സ്ക്വാഷ് എടുക്കുമ്പോൾ അത് ഏത് രീതി വരണം അതുപോലെ. ഇതിപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്ക ഹണി പോലെ. അപ്പം അതിന് ഒത്തിരി അങ്ങ് ഇതിൻ്റെ സ്ക്വാഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് 1 സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കാം. നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഇത് ഹെൽത്തിയാണ്. ഇതിന് വേറെ ഒരു ഇൻഗ്രീഡിയൻസും എക്സ്ട്രാ ഇല്ല. അപ്പം ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് സ്ക്വാഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്, കാരണം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എല്ലാം കൂടി നല്ല ഒരു സ്ക്വാഷാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം അടുത്ത ഒരു നല്ല വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.